സംസ്ഥാനത്ത് ഇന്നും മഴ തുടരും. 3 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. എറണാകുളം, കോഴിക്കോട്, വയനാട് ജില്ലകൾക്കാണ് മഴ മുന്നറിയിപ്പുള്ളത്. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. ഏതൊക്കെ ജില്ലകൾക്കാണ് ഇന്ന് മഴ മുന്നറിയിപ്പുകൾ നൽകിയിരിക്കുന്നത്? തലസ്ഥാനത്ത് ഇപ്പോഴും മഴ തുടരുന്നുണ്ടോ? അതിര, ഗുഡ് മോർണിംഗ്. ഇന്ന് മഴ ശക്തമായ രീതിയിൽ തുടരുന്ന ജില്ലകൾ 3 എറണാകുളം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ഇന്ന് വ്യാപകമായി മഴ പെയ്യാനുള്ള സാധ്യതയുള്ളത്. ഈ ഇടങ്ങളിലെല്ലാം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയുണ്ടാകും. ഇടിമിന്നലോട് കൂടിയ മഴയുണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. ഏകദേശം 115 മില്ലിമീറ്ററോളം മഴ ഇന്ന് ഈ പ്രദേശങ്ങളിലെല്ലാം ലഭിക്കുമെന്നുള്ള സാധ്യതാ പ്രവചനവുമുണ്ട്. ഏതായാലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ്. നാളെ വരെ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയുള്ള മഴ ഉണ്ടാകുമെന്നുള്ള സാധ്യതയും കാലാവസ്ഥാ വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതേസമയം തിരുവനന്തപുരം അടക്കമുള്ള ഇടങ്ങളിൽ മിതമായ നിരക്കിൽ പലയിടത്തും മഴയുണ്ടാകുമെന്നുള്ള സാധ്യത കാണുന്നുണ്ട്. മത്സ്യബന്ധനത്തിന് വിലക്കൊന്നുമില്ല, ഇപ്പോൾ തുടരാമെന്നുള്ളൊരവസ്ഥ തന്നെയാണ്. ഏതായാലും ശക്തമായ മഴ പലയിടത്തും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മാത്രമാണ് ഉണ്ടാവുക. ഇന്നും നാളെയും കൂടി മഴയുണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്നത്. ആതിര, വിഷ്ണു, ഏതെങ്കിലും തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ ജില്ലകൾക്ക് നൽകിയിട്ടുണ്ടോ? ഈ 3 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത്. അതിനപ്പുറത്തേക്ക് ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം പലയിടത്തുമുണ്ട്. സാധാരണഗതിയിൽ ഉണ്ടാകുന്നതിനേക്കാൾ ഇടിമിന്നൽ സാധ്യത കൂടുതലുള്ള സമയമാണിത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ശ്രദ്ധിക്കണമെന്നും അടക്കമുള്ള നിർദ്ദേശമുണ്ട്. ഇടിമിന്നൽ ഉള്ള സാധ്യതയുള്ളതുകൊണ്ട് തന്നെ ഗൃഹോപകരണങ്ങൾ സൂക്ഷിക്കണമെന്നും അതോടൊപ്പം സുരക്ഷ മുൻകരുതൽ എടുത്തിരിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഏതായാലും ശക്തമായ മഴ പലയിടത്തും ഉണ്ടാകുമെങ്കിലും ചിലയിടങ്ങളിൽ മാത്രമാണ് ഒറ്റപ്പെട്ട ഇടങ്ങളിലുള്ള ശക്തമായ മഴ ഉണ്ടാകുക. ഏതായാലും ഇടിമിന്നൽ സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്. അതിര, ശരി വിഷ്ണു.